ഫ്രണ്ട്സ്, HM ഗൈഡൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC എക്സാമിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഡിഗ്രി ലെവൽ എക്സാം, LDC, ഫയർമാൻ, FSO തുടങ്ങിയ പരീക്ഷകളിലെല്ലാം 10 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തു നിന്നും ചോദിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാന ഭാഗമായ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സഭ, അതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിയമ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഉന്നയിച്ച ആദ്യ വ്യക്തിയാണ് MN റോയ്. എന്നാൽ ഈ ആവശ്യം ഉന്നയിച്ച ആദ്യ പൊളിറ്റിക്കൽ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഇതിന്റെ ഭാഗമായി 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യക്കാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തു കൊടുക്കുക എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ ലക്ഷ്യം. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ അന്നത്തെ വൈസ്രോയി ആയിരുന്നു ലോർഡ് വേവൽ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളായിരുന്നു പൃഥ്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഇതിൽ ക്യാബിനറ്റ് മിഷന്റെ ഹെഡായ വ്യക്തിയാണ് പൃഥ്വിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തത്. അതിനുശേഷം 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തു. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷമാണ് 1950 ജനുവരി 26. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് 1949 നവംബർ 26. എന്നാൽ നിലവിൽ വന്ന വർഷമാണ് 1950 ജനുവരി 26. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ സീറ്റ് അലോക്കേഷനെ കുറിച്ചാണ് ഇനി നാം പറയുന്നത്. ടോട്ടൽ 389 സീറ്റാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 299 സീറ്റിലും ഇന്ത്യക്കാരും 100 സീറ്റ് പാകിസ്ഥാനുകളുമായിരുന്നു. ടോട്ടൽ 389 സീറ്റിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസിൽ നിന്ന് 292 സീറ്റും, പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന് 93 സീറ്റും, ചീഫ് കമ്മീഷണർ പ്രൊവിൻസിൽ നിന്ന് 4 സീറ്റുമായിരുന്നു. ഇനിയുള്ള ഇന്ത്യൻ സീറ്റുകളിൽ 299 സീറ്റിൽ 17 മലയാളികളും 17 സ്ത്രീകളും ഉണ്ടായിരുന്നു. ഈ 17 സ്ത്രീകളിൽ 3 സ്ത്രീകൾ മലയാളികളായിരുന്നു. അവരാണ് ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ആരൊക്കെയാ? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ. ഇനി ടോട്ടൽ മലയാളികൾ 17 പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 17 പേരിൽ ഒരാൾ കൊച്ചിയിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയിൽ നിന്നുള്ള ആളാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഇനി ഒരാൾ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നാണ്. അദ്ദേഹമാണ് ഡോക്ടർ ജോൺ മത്തായി. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നുള്ള ആളാണ് ഡോക്ടർ ജോൺ മത്തായി. പിന്നീടുള്ളവർ ട്രാവൻകൂർ, മദ്രാസ് എന്നീ ഏരിയകളിൽ നിന്നായിരുന്നു. അങ്ങനെ ടോട്ടൽ 17 മലയാളികളായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. വർക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 1946 ഡിസംബർ 9. 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തതെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിംഗ് ചേർന്നത്. ഇതിൽ 211 പേരാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് അന്നത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിട്ടുള്ള സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തു. അതിനുശേഷം 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് ആയിട്ട് 2 പേരാണ് ഉണ്ടായിരുന്നത്, HC മുഖർജി ആൻഡ് VT കൃഷ്ണമാചാരി. ഇവരായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ്സ്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ ആദ്യമായി അഡ്രസ് ചെയ്തത്, അതായത് ചീഫ് ഒറേറ്റർ ആയിരുന്നു JB കൃപലാനി. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിട്ട് തെരഞ്ഞെടുത്തത് BN റാവുവിനെയും ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നടത്തിയത് ജവഹർലാൽ നെഹ്റുവുമായിരുന്നു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാൽ ലക്ഷ്യപ്രമേയം. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്.
പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആയിട്ട് മാറിയതും ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ തന്നെയാണ്. 1947 ജനുവരി 22-നാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആക്കി മാറ്റിയത്. ഇൻഡിപെൻഡന്റ് ആക്ട് പാസ്സായതിനു ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫംഗ്ഷൻസിൽ പല മാറ്റങ്ങളും നേരിട്ടു. മെയിൻ ആയിട്ട് 2 ഫംഗ്ഷൻസ് ആണ് അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചെയ്തിരുന്നത്. അതിൽ ഒന്നാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിരുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതായത് 2 ഫംഗ്ഷൻ, ഒന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഒന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് ബോഡി ആയിട്ടും ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടും ആക്ട് ചെയ്യാൻ തുടങ്ങിയത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയായിരുന്നു. എന്നാൽ ഈ 2 ഫംഗ്ഷനും 2 സെപ്പറേറ്റ് ദിവസങ്ങളിലായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂന്റ് ബോഡി ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഹെഡായിട്ട് രാജേന്ദ്ര പ്രസാദും, എന്നാൽ ലെജിസ്ലേറ്റീവ് ബോഡിയായി ആക്ട് ചെയ്യുന്ന സമയത്ത് GV മാവ്ലങ്കാറുമായിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് ബോഡി ആവുന്ന സമയത്ത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ലെജിസ്ലേറ്റീവ് ബോഡി ആവുമ്പോൾ GV മാവ്ലങ്കാർ. ഇവിടെ ലെജിസ്ലേറ്റീവ് എന്നുള്ളതിൽ ഒരു G ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റാതിരിക്കാൻ നമുക്ക് GV മാവ്ലങ്കാറിലും ഒരു G ഉണ്ട്. ലെജിസ്ലേറ്റീവ് GV മാവ്ലങ്കാർ, അങ്ങനെ തന്നെ ഓർക്കാം. ഈ 2 ഫംഗ്ഷനും 1949 നവംബർ 26 വരെ ഇതുപോലെ തന്നെ തുടർന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മറ്റു ഫംഗ്ഷൻസ് ആണ് ഇനി പറയുന്നത്. 1949 മെയ്യിൽ ഇന്ത്യ കോമൺവെൽത്തിൽ മെമ്പർഷിപ്പ് എടുത്തത് ഇതിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ 1947 ജൂലൈ 22-ന് നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തു. 1950 ജനുവരി 24-ന് നാഷണൽ ആന്തം ആൻഡ് നാഷണൽ സോങ് നാം അഡോപ്റ്റ് ചെയ്തു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് നാം എലക്ട് ചെയ്തത് 1950 ജനുവരി 24-ന് തന്നെയായിരുന്നു. അപ്പോൾ 1950 ജനുവരി 24-ന് തന്നെയാണ് നാഷണൽ ആന്തം, നാഷണൽ സോങ് ആൻഡ് രാജേന്ദ്ര പ്രസാദിനെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് ഇതൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് 1950 ജനുവരി 24-ന് തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് ടോട്ടൽ 11 സെഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 2 വർഷവും 11 മാസവും 18 ദിവസവുമായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആകെ വർക്ക് ചെയ്തിരുന്നത്. 1950 ജനുവരി 24-ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇതിന്റെ ഫൈനൽ സെഷൻ നടത്തി. അതിനുശേഷം ഒരു പ്രൊവിഷണൽ പാർലമെന്റ് ആയിട്ട് 1950 ജനുവരി 26 മുതൽ 1951-52 ജനറൽ ഇലക്ഷൻ വരെ, അതായത് ഒരു ന്യൂ പാർലമെന്റ് ഫോം ചെയ്യുന്നത് വരെ ഒരു പ്രൊവിഷണൽ പാർലമെന്റ് ആയിട്ട് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തുടർന്നു. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മേജർ കമ്മിറ്റീസും അവരുടെ ഹെഡും ആരൊക്കെയാണെന്ന് നോക്കാം. യൂണിയൻ പവർ കമ്മിറ്റി, അതിന്റെ ഹെഡായിരുന്നു ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതിന്റെയും ഹെഡ് ജവഹർലാൽ നെഹ്റു. പിന്നെ ജവഹർലാൽ നെഹ്റു ഹെഡായിട്ടുള്ള മറ്റൊരു കമ്മിറ്റിയാണ് സ്റ്റേറ്റ് കമ്മിറ്റി. ഇങ്ങനെ 3 കമ്മിറ്റിയുടെ ഹെഡ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു മേജർ കമ്മിറ്റീസിൽ. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആൻഡ് സ്റ്റേറ്റ് കമ്മിറ്റി. ഇനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതിന്റെ ഹെഡാണ് സർദാർ പട്ടേൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്, മൈനോറിറ്റി ആൻഡ് ട്രൈബൽ എക്സ്ക്ലൂഡഡ് ഏരിയാസ്, ഇതിന്റെ ഹെഡായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേൽ ഈ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ എക്സ്ക്ലൂഡഡ് ഏരിയാസും പിന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും ഹെഡാണ്. ഇങ്ങനെ 2 ഹെഡ് സർദാർ വല്ലഭായ് പട്ടേൽ. പിന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആൻഡ് സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇങ്ങനെ 2 കമ്മിറ്റിയുടെ ഹെഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നാം നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്, ഇതിന്റെ ഹെഡായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ എന്ന്. ഈ കമ്മിറ്റിയെ വീണ്ടും 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് 5 സബ് കമ്മിറ്റീസ് ഇതിന്റെ കീഴിലുണ്ട്. അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ ഹെഡാണ് JB കൃപലാനി. മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ ഹെഡാണ് HC മുഖർജി. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയൽ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റിയുടെ ഹെഡാണ് ഗോപിനാഥ് ബർദോളി. എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റിയുടെ ഹെഡാണ് AV താക്കർ. ഇത് കൂടാതെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയൽ ട്രൈബൽ ഏരിയ സബ് കമ്മിറ്റി കൂടി ഉണ്ട്. ഇതിന്റെ ഹെഡ് ആരാണെന്നുള്ളത് വ്യക്തമല്ല. മൈനർ കമ്മിറ്റീസ്.
ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്രിഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഹൗസ് കമ്മിറ്റി ബി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഡോക്ടർ കെ എം മുൻഷി. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദി നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ജി വി മാവലങ്കാർ. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരി. Committee on Chief Commissioner Province B. Patabi Sitaramayya. Expert Committee on the Finance Province of Union Constitution Nalini Ranjan Shankar. Linguistic Province Commission S.K. Dar. Special Committee to examine the draft Constitution Jawaharlal Nehru. Press Gallery Committee Usha Nath-Sen. Ad hoc Committee on Citizenship S. Varadachari. ഈ മൈനർ കമ്മിറ്റീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, ക്രിഡൻഷ്യൽ കമ്മിറ്റി, ഹൗസ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, അഡ്ഹോക് കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ട്, അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ്. ഇത്രയൊക്കെ പഠിച്ചിരിക്കാൻ ശ്രമിക്കുക. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തത്. 7 മെമ്പേഴ്സ് ആണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ളത്. അതിൽ ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇദ്ദേഹത്തെ കൂടാതെ മറ്റു മെമ്പേഴ്സ് ആണ് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, എൻ മാധവ് റാവു ആൻഡ് TT കൃഷ്ണമാചാരി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ കുറിച്ച് PSC ചോദിച്ചിട്ടുള്ള എല്ലാ ഫാക്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ കുറിച്ച് ഇതിൽ കൂടുതലൊന്നും ഇനി പഠിക്കേണ്ടതില്ല. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്